തിരുപ്പിറവിയായി മനമൊരുക്കിടാം ആട്ടിടയന്മാരോടൊപ്പം തിരുസുതനുമായി മനസ്സു പങ്കിടാം മാലാഖമാരോടൊപ്പം തിരുപ്പിറവിയായി മനമൊരുക്കിടാം ആട്ടിടയന്മാരോടൊപ്പം തിരുസുതനുമായി മനസ്സു പങ്കിടാം. Hello everyone and welcome to Comedy Master. അങ്ങനെ തണുത്ത് പറിച്ച് മറ്റൊരു രാത്രി ഇതാ ഇവിടെ ക്രിസ്മസ് ആഘോഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നാണ് ഞങ്ങൾ സീക്രട്ട് സാന്റമാരായി വന്ന് ഞങ്ങൾ ഗിഫ്റ്റുകളൊക്കെ എക്സ്ചേഞ്ച് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്ന ആ ദിവസം. ചേട്ടാ അതിൽ എന്തോ പൊങ്ങി അല്ല, ഇത് ഇച്ചിരി പ്രായമായ ഗിഫ്റ്റ്. ഓൾറൈറ്റ്, അപ്പൊ എന്തായാലും പ്രേക്ഷകരും എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുകയാണ്. ആർക്കൊക്കെയാണ് ഗിഫ്റ്റ് ലഭിക്കുന്നത്, എന്തായിരിക്കും അതിന്റെ ഉള്ളിൽ നിന്നുള്ളതൊന്നും പറയാൻ പറ്റത്തില്ല. ലെറ്റ്സ് സ്റ്റാർട്ട്. ഒരു ഫണ്ടിന് വേണ്ടി ചെയ്യുന്നതാണ്. ആൻഡ് നാട്ടുകൂട്ടം കാൻഡിൽസ് ബാൻഡ് ഫ്രം കോട്ടയം, വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. നിങ്ങളുടെ വക ആഘോഷം ഉണ്ടാവണം, പാട്ടൊക്കെ പാടി തരണം, തരില്ലോ? അഖിലാണ് ആദ്യമായിട്ട് സീക്രട്ട് സാന്റയിൽ ഗെയിമിൽ പങ്കെടുക്കുന്നതെന്നാ പറയണ്ടേ. എന്റെ ആദ്യത്തെ സീക്രട്ട് സാന്റ ഗിഫ്റ്റ് ഞാൻ കൊടുക്കുന്നത് ഈ ഫ്ലോറിലെ സീനിയർ സിറ്റിസൺ എലീന പടിക്കലിനാണ്. എലീനയ്ക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നത് സീനിയർ സിറ്റിസൺ എന്ന് പറയാൻ കാര്യം പ്രായം കൊണ്ട് മാത്രമല്ല, ഈ ഷോയിലും അവളാണ് സീനിയർ. ഷേവ് ചെയ്തും കളഞ്ഞു. സീക്രട്ട് സാന്റ, സീക്രട്ട് സാന്റ, താങ്ക് യു സോ മച്ച്. അങ്ങനെയൊക്കെ പറയണോ? അതായത് നമ്മുടെ ഈ ഷോ നിങ്ങളൊക്കെ യൂട്യൂബിലൊക്കെ കാണുന്ന സമയത്ത്, പിന്നെ ഈ ടി വി കാണുന്നവർക്ക് കമന്റ് ഇടാൻ പറ്റാത്തതുകൊണ്ട് അവർ ചെയ്യുന്നില്ല. ഈ യൂട്യൂബിൽ ഇത് കാണുമ്പോൾ അതിന്റെ താഴെ ഏറ്റവും കൂടുതൽ വരുന്ന ഒരു കമന്റ് എന്ന് പറയുന്നത്, ഈ എലീനയുടെ അടുത്തൊന്ന് വാടത്തിരിക്കാൻ പറയൂ എന്ന് പറയും. കാര്യം എന്താ, ഈ സ്കിറ്റ് കിടക്കുമ്പോൾ ഇവളുടെ ചിരിയൊക്കെ നിങ്ങൾ കേൾക്കാറില്ലേ? അപ്പൊ അങ്ങനെ പ്രേക്ഷകന്റെ ഒരു അഭിപ്രായ പ്രകാരം ഇവളുടെ വായിൽ ഇന്ന് മുതൽ സ്കിറ്റ് നടക്കുമ്പോൾ ഒരു ക്ലിപ്പ് ഇട്ട് കൊടുക്കാൻ പറഞ്ഞു. വേനിക്കോ? അല്ല, ഞാൻ ഇടുന്നില്ല, കുഴപ്പമില്ല. ഇവിടെ ഒരു ക്ലിപ്പ്. ഇതെന്തിനാന്നറിയാമോ? ഇവളുടെ വായിന് തുന്നിത്തച്ച് വെച്ചാൽ ഇവള് മൂക്കുണ്ടെങ്കിൽ ചിലപ്പോൾ ശബ്ദം ഉണ്ടാകും. അതുകൊണ്ട് ഇതിവിടെ എങ്ങനെയുണ്ട്? നല്ല ഗിഫ്റ്റ് അല്ലേ? പിടി, ഒരു വാക്കൂടെ പോ. ആ വാക്കൊക്കെ പോരുത്, വരണം. താങ്ക് യു സോ മച്ച്. ക്യൂട്ടായിട്ടിരിക്കും. അതായത് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, നമ്മൾ കിട്ടുന്ന ഉപകരണം കൊണ്ട് നമ്മളത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. പക്ഷേ ഒരു സെലോ ടേപ്പ് വാങ്ങാനുള്ള പൈസ നിന്റെ കയ്യിൽ ഉണ്ടായിരുന്നു. സെലോ ടേപ്പ് എന്തായാലും ഇങ്ങനെ ഒട്ടിച്ച് വെച്ചാൽ പോരായിരുന്നോ? അല്ല, നിനക്ക് ആക്ച്വലി നീ ആഗ്രഹിച്ച ഗിഫ്റ്റ് ഇത് സമയം താമസിച്ചു, അടച്ചു, ഇല്ലെങ്കിൽ നാളെ ഞാൻ എടുത്തു വെച്ചു. താങ്ക് യു സോ മച്ച് അഖിൽ. ഇനി അടുത്തത് ഐ വിൽ സ്റ്റാർട്ട് വിത്ത് അല്ല, നമ്മുടെ പിള്ളേര് പറയട്ടെ. അടുത്ത ആര് വേണം മക്കളെ? ശ്രീവിദ്യ. എനിക്ക് എന്റെ നാശം കണ്ടിട്ടേ പറ്റുള്ളൂല്ലടാ. ശ്രീവിദ്യയുടെ പറക്കുന്ന ഐറ്റമാണ് ശ്രീവിദ്യ. എനിക്ക് കോമഡി മാസ്റ്റേഴ്സിൽ വന്നിട്ട് ഒരുപാട് സന്തോഷം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എനിക്ക് എൻ്റെ ഫാമിലി പോലെ എൻ്റെ ഫാമിലിയിലേക്ക് ഒരു മാലാഖയായിട്ട് കടന്നു വന്ന ഒരാളാണ് അഖിലേട്ടൻ. എനിക്ക് നമ്മുടെ ചേട്ടന്റെ സ്ഥാനത്ത് നിന്ന് മേരി ക്രിസ്മസ്. ഞാൻ ആദ്യമായിട്ട് ഒരെണ്ണം കൊടുത്തു. എനിക്ക് അതെല്ലാം കൂടെ ചേർത്ത് തിരിച്ചൊരെണ്ണം കിട്ടി. എനിക്ക് ആദ്യമായിട്ട് കിട്ടുന്ന ഗിഫ്റ്റ് എന്റെ പെങ്ങൾ എനിക്ക് തന്നതിൽ വലിയ സന്തോഷം. വിരമരുന്ന്. ചേട്ടന് കുറച്ചധികം വിരയുടെ അസുഖമുണ്ട്. ഒരു സോഫയിൽ ഇരുത്തി കഴിഞ്ഞാൽ അവിടെ നിന്ന് അങ്ങ് വെകിളിയാണ്, ചാടി ഒരു സ്ഥലത്തിരിക്കാൻ പറഞ്ഞിരിക്കില്ല, ഒരു സ്ഥലത്ത് നിൽക്കാൻ പറഞ്ഞ് നിൽക്കില്ല. 2025 എല്ലാ കൃമിയും വരെയും ഇതിനോടെ കഴിയണം. 2026 നമുക്ക് പുതുതായിട്ട് തുടങ്ങണം. ഇഷ്ടപ്പെട്ടു ശ്രീവിദ്യ, സൂപ്പർ. കുഴപ്പമില്ല. പക്ഷെ ഇത് ഇത്രയും ഉള്ളതുകൊണ്ടേ ഇതിന്റെ പകുതി ഇവളുടെ ഭർത്താവിന് എനിക്ക് കൊടുക്കാൻ പറ്റും. നീ പകപോക്കെയാണ്. സന്തോഷായി. ഇനി നമുക്ക് 3 ഗിഫ്റ്റുകളാണ് ബാക്കിയുള്ളത്. ഗൈസ്, നമുക്ക് ആലിസിനെ നോക്കാം അല്ലേ? ഓക്കെ, ആലിസ്,
ഞാനത് എടുക്കുന്നതിന് മുമ്പ് ആഗ്രഹിച്ചിരുന്നു, ദൈവം എനിക്ക് ഇയാളെ തന്നെ കിട്ടണം, എനിക്ക് കുറച്ച് എന്താ പറയാ എന്റെ സ്നേഹം എനിക്കൊന്ന് പ്രകടിപ്പിക്കണം എന്നുണ്ടായിരുന്നു. ആരാണ് ആലിസ് ഇത്രയും കാലം സ്നേഹം വാരിക്കോരി കൊടുക്കാൻ ആഗ്രഹിച്ച ആ മഹാവ്യക്തി? പറയട്ടെ, ചിങ് ചിങ്. പറയട്ടെ. പെട്ടെന്ന് നിന്റെ വാക്കിൽ ഇല്ലേ ചേച്ചി എന്തേലും പറയുന്നത് പെട്ടെന്ന് എന്റെ സ്വന്തം ശ്രീവിദ്യ. പറഞ്ഞ കാര്യം എനിക്ക് കാണണം. നിനക്കുള്ളതാണ്. സോ ക്യൂട്ട്. തുറന്നു നോക്കാം. മേരി ക്രിസ്മസ്. ഓക്കെ, മെരി ക്രിസ്മസ്. വെയിറ്റ് ഉണ്ടേ. നോക്കിയെടുക്കണേ, സഹായിക്കണോടി. പാട്ടം കോരി ഇത് ടോയ്ലറ്റ് ബ്രഷ്. ഓക്കെ, എന്റെ ചളികള് വാരാനാണ്. ഏകദേശം അതിലേക്ക് എത്തിപ്പെട്ടിട്ടുണ്ട്. ചേച്ചി ഒരു വിശേഷം പറയാൻ ഫോണിൽ വിളിക്കാൻ പറ്റത്തില്ല, ഫ്ലോറിൽ വെച്ച് കാണുമ്പോൾ സംസാരിക്കാൻ പറ്റില്ല. എന്ത് പറഞ്ഞാലും ആവശ്യത്തിന് അനാവശ്യത്തിനും ഒക്കെ ചളികടിയാണ്. അതുകൊണ്ട് ഇവിടെ ഇടുന്ന ചളികൾ മുഴുവൻ പോകുമ്പോ നീ വാരി തൂത്ത് പെറുക്കി പോണം. ശരി, ഒരു കാര്യം, എന്താ ഇത് കോരി എടുത്തിട്ട് ഈ അമൃതയുടെ കോംപ്ലക്സിനകത്തിടരുത്, ഓ പുറത്ത്. നിങ്ങൾക്ക് കോമ്പറ്റീഷൻ വരുമല്ലേ കള്ള. ഓക്കെ ശ്രീവിദ്യ, now it's your turn. Make a walk. ഇനിയാണ് എക്സൈറ്റ്മെന്റ് കൂടിക്കൊണ്ടിരിക്കുന്നത്. 2 ഗിഫ്റ്റും ഉണ്ട്, ഒരാളും. എവിടെ 3 ഗിഫ്റ്റ്? അനുജാൻ ഇപ്പൊ വന്നിട്ടില്ലല്ലോ, അത് സർപ്രൈസ്. എല്ലാവർക്കും കിട്ടണമെന്നാണ് I think we should call him, no? പിന്നെ അല്ലേ? യെസ്, അനുജേട്ടാ പ്ലീസ് ജോയിൻ us because 3 ഗിഫ്റ്റും ഉണ്ട്, ഇത്ര ആൾക്കാരും ഉണ്ട്. വരണം പ്ലീസ്. അനുജേട്ടാ ജോയിൻ us. നമ്മുടെ ഷോ ഡയറക്ടറായ അനുജേട്ടൻ നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നു. അപ്പൊ ഞാനാണ് കൊടുക്കാൻ പോകുന്നത് ഈ ഗിഫ്റ്റ്. എന്തുകൊണ്ടും ആപ്റ്റ് ആയിട്ടുള്ള ഒരാൾക്കാണ് ഞാൻ കൊടുക്കാൻ പോകുന്നത്. വിത്ത് ലോട്ട്സ് ഓഫ് ലവ്, ഞങ്ങളുടെ ഗ്യാങ്ങിലെ, ഞങ്ങളുടെ ഷോയിലെ ആ കുഞ്ഞു ബാവയ്ക്ക് ഇന്നല്ലല്ലോ ക്രിസ്മസ് ഗിഫ്റ്റ്. കുഞ്ഞു ബാവയ്ക്ക് നല്ല ഗിഫ്റ്റ്, ക്രിസ്മസ് ഗിഫ്റ്റ്. മിസ്സായി. ഞങ്ങൾ അങ്ങനെ. Are you ready? Yes. ഇത് തരുന്നത് ആരാ? ഞാനാണ്. അത് ഓർമ്മ വേണം. ഹാപ്പി ആയില്ലേ എന്റെ കൂട്ടുകാർ? വെരി ഹാപ്പി. നെക്സ്റ്റ് അനുജേട്ടന്റെ നമുക്ക് നോക്കിയാലോ. എൻ്റെ ഫ്രണ്ട് ആരാണെന്ന് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ലോട്ട് എടുത്തപ്പോൾ പറഞ്ഞിരുന്നു. ചെറിയ സങ്കടമുണ്ട് എന്ന് പറഞ്ഞിരുന്നു അന്ന്. പക്ഷെ അത് ആക്ച്വലി സങ്കടമല്ല കേട്ടോ, അത് ചുമ്മാ ഒരു ഫണ്ടിന് വേണ്ടി പറഞ്ഞതാണ്. നമ്മുടെ കുടുംബത്തിലേക്ക് ഏറ്റവും അവസാനം ജോയിൻ ആയ ആലീസ്. അപ്പോൾ ആലീസ്, മെരി ക്രിസ്മസ്. താങ്ക് യു. എന്നതാ 1001 ഫലിതങ്ങൾ. അഖിലേട്ടന്റെ ഫോട്ടോ ഇത് വെച്ചേക്കുന്നത് വായിച്ചിട്ടെങ്കിലും ഒരു കോമഡി ഇവിടെ അടിക്കണം. ഇതൊരു കോമഡി ഷോ ആണ്. ഒരു കോമഡി എങ്കിലും എപ്പിസോഡിൽ. ഞാൻ ഇനി എന്റെ കച്ചറ സ്വഭാവം പുറത്ത് ഇറക്കി കഴിയുമ്പോ പിന്നെ മിണ്ടാതിരിക്കാൻ പറയും. ഈ ക്രിസ്മസ് കഴിഞ്ഞ് ന്യൂ ഇയറിന് അന്ന് മുതൽ ആലീസിന്റെ ഇവിടെ അറുമാദിക്കലായിരുന്നു. അത്രേ ഉള്ളൂ. യെസ്, അങ്ങനെ നമ്മുടെ എല്ലാവരുടെയും ഗിഫ്റ്റുകൾ ഓരോരുത്തർക്ക് കിട്ടി. ഇനി ഞങ്ങൾ കാത്തിരുന്നത് അനുജേട്ടന് ആരായിരിക്കും നൽകാന്നുള്ളതാണ്. ഐ തിങ്ക് റൈറ്റ് ആയിട്ട് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ശ്വേത ചേച്ചിയാണ് അനുജേട്ടന് ഗിഫ്റ്റ് കൊടുക്കുന്നത്. ഓഫ് കോഴ്സ് നമുക്ക് മനസ്സിലായി, യു ആർ ദ സീക്രട്ട് സാൻ. അതെ, ഫാഷൻ ഫ്രീക്ക് ആണ് അനുജേട്ടൻ. സോ ഐ തിങ്ക് ദിസ് ഇസ് മച്ച് ഡിസേർവിംഗ് വൺ. സൈസ് കറക്റ്റ് ആണോ നോക്കുവാന്നോ? അടിപൊളി. നൈസ്. ഇത് ഇതിന്റെ കൂടെ ജാക്കറ്റ് ആയിട്ട് ഇടാ അനുജേട്ടാ. ശരി,
അനുചേട്ടാ ഒരുപാട് നന്ദി ഞങ്ങൾ അനുചേട്ടനോട് അറിയിക്കുകയാണ്. കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടേതായ രീതിയിൽ ഫ്രീ ആയിട്ട് ഇവിടെ പെർഫോം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കോമഡി മാസ്റ്റേഴ്സിന് ഒരു 150% നമുക്ക് ഇടാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് അനുചേട്ടൻ ഞങ്ങൾക്ക് തരുന്ന ഒരു ഫ്രീഡവും കോൺഫിഡൻസും ആണ്. കാരണം എപ്പോഴും എല്ലാ ഷോയിലും നമുക്കിത് കിട്ടണം എന്നില്ല. ബട്ട് യു ആർ വെരി ഫ്രീ ടു അസ്. അതിൻ്റെ ആണ് ഈ ഷോ ഇത്രയും അടിപൊളിയായിട്ട് മുന്നോട്ട് പോകുന്നതും. അനുചേട്ടനായിട്ട് പല ആർട്ടിസ്റ്റുകളാണെങ്കിലും സെലിബ്രിറ്റീസ് ആണെങ്കിലും ഗസ്റ്റുകളാണെങ്കിലും സഹകരിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ റീസൺ ഇസ് ബിക്കോസ് യു ആർ യുണീക്ക്. എനിക്കിങ്ങനെ ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നത് only because അമൃത ടിവിയും കോഡക്സ് മീഡിയയും അത്രയും ജെന്യുവൻ ആയിട്ടുള്ള 2 കമ്പനീസ് ആയതുകൊണ്ടും അത്രയും ഫ്രീ ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന സ്ഥാപനങ്ങളായതുകൊണ്ടാണ്. മാത്രമല്ല ഇതിന്റെ കൂട്ടത്തിൽ നമുക്ക് മറന്നു പോകാൻ പാടില്ലാത്ത ആൾക്കാരുണ്ട്. നമ്മുടെ കോമഡി ഷോയുടെ സക്സസിന് വേണ്ടി അഹോരാത്രം പ്രവർത്തിക്കുന്ന ഗ്രൂമേഴ്സ്, നമ്മുടെ ആർട്ടിസ്റ്റുകൾ, ഇവരെ പോലെ നമ്മുടെ കൂടെ വന്ന് ജോയിൻ ചെയ്യുന്ന നാട്ടുകൂട്ടങ്ങൾ, എല്ലാരും കൂടെ ചേർന്നാണ് ഈ ഷോ. സോ താങ്ക് യു. എല്ലാവർക്കും മെറി ക്രിസ്മസ്.